അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, ഒന്ന് ആലോചിച്ചു നോക്ക്. പ്രിയപ്പെട്ടവർ പള്ളിയിലേക്ക് മയ്യത്ത് കൊണ്ടുവരുമ്പോൾ ആ കുടുംബത്തിൻ്റെ ഒരു ഭാഗത്ത് വല്ലാത്ത ദുഃഖത്തിൽ മരണപ്പെട്ടു എന്ന് പറയുമ്പോൾ ആ കുടുംബത്തിൻ്റെ സങ്കടം, പ്രയാസം പറയേണ്ടതില്ല. ഒരു മയ്യത്തിൻ്റെ ഏറ്റവും വലിയ അവസാനത്തെ ആഗ്രഹം എന്താണ്? താൻ മരിച്ചാൽ തൻ്റെ മയ്യത്ത് തൻ്റെ മഹലുള്ള പള്ളിയിൽ കൊണ്ടുപോയി അവിടെ നിന്ന് ജനാസ നമസ്കരിച്ച് തൻ്റെ പ്രിയപ്പെട്ടവർ അന്ന് നമസ്കരിച്ച് ഒന്ന് അവസാനം മണ്ണിൽ കൊണ്ടുപോയി കിടത്താൻ ഏതൊരു മയ്യത്തും ആഗ്രഹിച്ചു പോകും. പക്ഷേ ഈ മരിച്ച ഒരു മയ്യത്ത് പള്ളിമുറ്റത്ത് കൊണ്ടുവരുന്നത് മയ്യത്ത് നമസ്കരിക്കാൻ വേണ്ടിയാണ്. പക്ഷേ പള്ളിയിൽ എത്തുമ്പോഴേക്കും ഒരു കൂട്ടർ ആ മയ്യത്തിനെ തടയുന്നുണ്ട്, പള്ളിയിലേക്ക് കൊണ്ടുവരാൻ സമ്മതിക്കുന്നില്ല. കാരണം എന്താണെന്ന് അറിഞ്ഞാൽ വല്ലാത്ത സങ്കടപ്പെട്ടു പോകും. ആ കൊണ്ടുവരുന്ന മയ്യത്ത് നമ്മുടെ ഗ്രൂപ്പിൽപ്പെട്ട ആളല്ല, ഒറ്റ കാരണമാണ്. എന്നിട്ട് ആ മയ്യത്ത് നമസ്കരിക്കാൻ വേണ്ടി ആ പള്ളിയിൽ സമ്മതിക്കുന്നില്ല. ആരാണിത് ചെയ്യുന്നത്? നമുക്കൊക്കെ നേതൃത്വം നൽകുന്നവർ. നമുക്ക് സൗഹാർദ്ദവും മനുഷ്യരോട് കരുണയോടുകൂടി പെരുമാറണമെന്നും ഭൂമിയുള്ളവരോട് കരുണ കാണിച്ചാൽ ആകാശത്തുള്ളവൻ കരുണ കാണിക്കുമെന്നാണ്. ഒരു മയ്യത്താണ് വരുന്നത്, ഒന്ന് ഓർത്തു നോക്കണം. ഒരു മയ്യത്ത് പള്ളിയിൽ വരുമ്പോൾ പോലും നമുക്ക് കരുണ കാണിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ എന്ത് കാരുണ്യത്തെക്കുറിച്ചാണ് നാം പറയുന്നത്? ഒരുപാട് നമസ്കാരങ്ങളും ഹജ്ജും ഉംറയും എല്ലാം ചെയ്യുന്നുണ്ട്. എല്ലാ വർഷം തോറും ഹജ്ജിന് പോയി, എല്ലാ വർഷം തോറും ഉംറയിലേക്ക് പോയി. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒരിത്തിരി കരുണയില്ലെങ്കിൽ ഇന്ന് ജീവിച്ചിട്ട് എന്ത് കാര്യമാണ്? മരണമെന്ന് പറയുന്നത് നമുക്കൊക്കെ മറ്റവൻ്റെ വീട്ടിൽ മരണപ്പെട്ടപ്പോൾ നമുക്ക് നിസ്സാരമായിരിക്കും, അവിടെ മരണപ്പെട്ടു പോയി എന്നേ പറയുള്ളൂ. പക്ഷെ ആ വീട്ടുകാരുടെ സങ്കടം നാം അറിയണം, ആ വീട്ടുകാരുടെ സ്ഥാനത്ത് നിന്നത് കാണണം. അപ്പോഴാണ് അതിൻ്റെ സങ്കടവും അതിൻ്റെ നമ്മുടെ ഏറ്റവും ഉറ്റവർ ഉടയവർ മരണപ്പെട്ടാൽ നമുക്ക് എത്ര സങ്കടം ഉണ്ടാകും. ആ മരണപ്പെടുന്ന വ്യക്തി ആരുടെയോ ഉറ്റവർ ഉടയവരായിരിക്കാം, ആരുടെയോ മക്കളുടെ മാതാപിതാക്കളായിരിക്കാം, ആരുടെയോ മക്കളായിരിക്കാം, അല്ലെങ്കിൽ ആരുടേതോ ഏറ്റവും പ്രിയപ്പെട്ടവരായിരിക്കാം. അവരാ സങ്കടവും വല്ലാത്ത ദുഃഖത്തിലായിരിക്കും. എന്നിട്ട് അവസാനം ആ വാപ്പയെ, മരണപ്പെട്ട ഉമ്മയാകട്ടെ, അവർ കൊണ്ടുവന്ന് പള്ളിയിൽ കൊണ്ടുപോകാനൊന്നും അവർക്ക് മനസ്സില്ല. കാരണം അവരുടെ ഉറ്റവർ ഉടയവർ പിരിഞ്ഞു പോകുന്നത് അവർക്കത് സഹിക്കാനോ ഉൾക്കൊള്ളാനോ കഴിയില്ല. എന്നിട്ട് അവസാനം പള്ളിയിൽ കൊണ്ടുവന്ന് അവരൊന്നും മയ്യത്ത് നമസ്കരിക്കാൻ പോലും അനുവദിക്കുന്നില്ല എങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇത് ഏത് ഇസ്ലാമാണ് ഇങ്ങനെ പഠിപ്പിക്കുന്നത്? ഇത്രയും നീചമായി പെരുമാറുന്ന ഏത് ഗ്രൂപ്പിസം എന്ത് തന്നെ ഉണ്ടെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, ആ സമയത്ത് നാം കാണിക്കുന്നതിൽ എന്തർത്ഥമാണുള്ളത്? രണ്ട് വിഭാഗത്തിനും ന്യായങ്ങൾ പറയാൻ പലതും ഉണ്ടാകാം, പല ന്യായങ്ങളും പറയാം. എന്നാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, എല്ലായിടത്തും ഗ്രൂപ്പിസം ഉണ്ട്, എല്ലായിടത്തും സംഘടനകളുണ്ട്, എല്ലാം പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷേ അവരെവിടെ ആരായിരിക്കും ആ പരസ്പരം സംഘടന പ്രവർത്തിക്കുന്നത്? ചിലപ്പോൾ ജ്യേഷ്ഠൻ്റെയോ അനുജൻ്റെയോ മക്കൾ ഉറ്റവർ, ചിലപ്പോൾ വാപ്പ ഒരു സംഘടനയിൽപ്പെട്ട ആളായിരിക്കാം, മക്കൾ മറ്റൊരു സംഘടനയിൽപ്പെട്ടവരായിരിക്കും. അങ്ങനെ ആയിരിക്കുമല്ലോ വീട്ടിലൊക്കെ. എന്നാൽ ആ വീട്ടിൻ്റെ ഉന്നമനത്തിന് വേണ്ടി, അല്ലെങ്കിൽ വീട്ടിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടി, അല്ലെങ്കിൽ അവരുടെ മക്കളുടെ ഉയർച്ചയ്ക്ക് വേണ്ടി അവർ തടസ്സമായി നിൽക്കുന്നുണ്ടോ? സ്വന്തം മക്കൾ വരെ ഉപ്പയുടെ ഗ്രൂപ്പിലായിരിക്കില്ല, മറ്റേതെങ്കിലും ഗ്രൂപ്പിലായിരിക്കാം. എന്നെങ്കിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ എൻ്റെ മകൻ മറ്റു ഗ്രൂപ്പിലാണെന്ന് പറഞ്ഞ് ഏതെങ്കിലും ഉപ്പ ആ കുട്ടിക്ക് കിട്ടുന്ന എന്തെങ്കിലും നിഅമത്ത് തടയാറുണ്ടോ? എവിടെയില്ലല്ലോ. നമ്മുടെ നാട്ടിലൊക്കെ എത്രയോ ഗ്രൂപ്പിസം ഒക്കെ ഉണ്ട്, പല സംഘടനകളിൽ നേതൃത്വം നൽകുന്നവരൊക്കെ ഉണ്ട്. എന്നാൽ ഇത്തരത്തിലുള്ള ഒരു രീതി ഒരിക്കലും ഇത് മുസ്ലിമിന് യോജിച്ചതല്ല. മറ്റു സമുദായം ഇത് കാണുന്നില്ലേ? ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ ഇതിനാദ്യം പറയേണ്ടത് മുസ്ലിമീങ്ങളാണ്. മറ്റുള്ളവർ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മുസ്ലിമീങ്ങളെ, ഇസ്ലാമിനെ അവർ അപമാനിക്കുന്നതിന് മുമ്പ് നാം തന്നെ ഇതിനെതിരെ രംഗത്ത് വരണം. കാരണം മുസ്ലിമുകൾ അവസ്ഥ കണ്ടില്ലേ? മരിച്ച മയ്യത്തിനോട് പോലും ഇവർ പെരുമാറുന്ന രീതി. പിന്നെയല്ലേ സ്വന്തം ആൾക്കാർ. ആ വരുന്ന മയ്യത്ത് ആരുടേതാണ്? ഏതെങ്കിലും ഒരു നാട്ടുകാരൻ്റെ മയ്യത്തല്ലല്ലോ. ആ കൊണ്ടുവരുന്നത് എങ്ങനെയാണ്? മയ്യത്ത് നേരെ എഴുന്നേറ്റ് നേരെ പള്ളിയിലേക്ക് വരുന്നതും അല്ലല്ലോ. ആ മയ്യത്ത് ഇങ്ങനെ എഴുന്നേറ്റ് പള്ളിയിലേക്ക് വരുന്നതുമല്ല. ആ മയ്യത്തിൻ്റെ ഉറ്റവർ ഉടയവർ സങ്കടത്തോടു കൂടി, വിഷമത്തോടു കൂടി, ദുഃഖത്തോടു കൂടി അവർ ആ മയ്യത്തിന് പൊന്നു ഉമ്മയെ അല്ലെങ്കിൽ പൊന്നു വാപ്പയെ ഇങ്ങനെ കൊണ്ടുവന്ന് പള്ളി മുറ്റത്തെത്തുമ്പോൾ നിങ്ങൾ നമ്മുടെ ഗ്രൂപ്പിൽപ്പെട്ട ആളല്ല, അതുകൊണ്ട് ഇവിടെ മയ്യത്ത് നിസ്കരിക്കാൻ പറ്റൂല എന്ന് പറയുമ്പോൾ ആ കുടുംബത്തിൻ്റെ സങ്കടം എത്രമാണ്, വിഷമം. നിങ്ങൾക്കൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം, സംഘടന വിഷയത്തിൽ എന്തെങ്കിലും വിഷയങ്ങൾ ഉണ്ടായിരിക്കും. ആ സമയത്താണോ ഇതൊക്കെ കാണിക്കേണ്ടത്? ആ സമയത്താണോ ഇങ്ങനെ പെരുമാറേണ്ടത്? ഈ വീഡിയോ പല ഗ്രൂപ്പുകളിലും പലയിടത്തും ഇങ്ങനെ ഷെയർ ചെയ്യപ്പെടുന്നുണ്ട്. പക്ഷേ അത് കാണുന്നവർ എന്താ വിചാരിക്കുക? അവർ എന്ത് തോന്നും വിശുദ്ധ ദീനിനെ കുറിച്ച്? അല്ലെങ്കിൽ തന്നെ പരിശുദ്ധ ഇസ്ലാമിനെ കുറിച്ച് ഭീകരന്മാരാണ്, അവർ കരുണയില്ലാത്തവരാണ് എന്ന് പരസ്പരം സംസാരിക്കുന്നവരുണ്ട്.
എന്നിട്ട് പോലും അതിൻ്റെ ഇടക്കാണ് മറ്റൊരു കാസർഗോഡിലെ ഒരു ചെറിയ പെൺകുട്ടിയെ വിവാഹം കഴിക്കുക മറ്റൊരു പ്രശ്നം. അവിടുത്തെ പള്ളിയുടെ ഖത്തീബ് ഉസ്താദും അതുപോലെ അവിടുത്തെ മഹല്ല് കമ്മിറ്റികളും ഒക്കെ ശ്രദ്ധിക്കപ്പെട്ടു എന്നുള്ള വാർത്ത മറ്റൊരു റിപ്പോർട്ടാണ്. എൻ്റെ പ്രിയപ്പെട്ടവർ, ഇത്തരത്തിലുള്ള മഹല്ല് കമ്മിറ്റിയൊക്കെ ഗൗരവത്തിൽ ഇത് കണക്കിലെടുക്കണം. പെൺകുട്ടിയുടെ പ്രായം എത്തിയിട്ടുണ്ടോ എന്നത് നാം നോക്കണ്ടേ? നമ്മുടെ ഉത്തരവാദിത്തമല്ല. ഒരു മഹല്ല് കമ്മിറ്റി ഏൽപ്പിക്കുന്നത് എന്തിനാണ്? നിങ്ങൾക്കുള്ള ഉത്തരവാദിത്തം കൃത്യമായി നിർവഹിക്കണ്ടേ? പെട്ടെന്ന് ആരെങ്കിലും പെട്ടെന്ന് കല്യാണം കഴിച്ചു കൊടുക്കുക. ഇന്ന് എന്ത് സംഭവിച്ചു? ഉസ്താദന്മാരാണെങ്കിലും ഈ കാര്യത്തിൽ ശ്രദ്ധിക്കണം. ആ പെൺകുട്ടിയുടെ ആധാർ കാർഡ് പരിശോധിക്കണം. അവൾക്ക് കൃത്യമായി 18 വർഷം ആയിട്ടുണ്ടോ? നോക്കി, പെൺകുട്ടിയുടെ പ്രായം എത്രയാണ്? 16 അല്ലെങ്കിൽ കളിപ്പാട്ടം പിടിച്ച് പാഠപുസ്തകം എടുത്ത് പഠിക്കേണ്ട ആ ഒരു പ്രായത്തിൽ എന്തെങ്കിലും ഇത്തിരി ചെറിയ കാസിന് വേണ്ടിയാണെങ്കിൽ, എന്തെങ്കിലും ഒരു ലാഭത്തിന് വേണ്ടിയാണ് ഈ വിവാഹം കഴിച്ചു കൊടുക്കുന്നത്. എന്ത് കാര്യമാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ? ഈ ചെറിയ കാസിന് വേണ്ടി പഠിച്ച് വളരേണ്ട മക്കളെ ആ ചെറിയ പ്രായത്തിൽ തന്നെ ദാമ്പത്യ ജീവിതത്തിലേക്ക്, കാരണം ആ പൊന്നുമക്കൾക്ക് എന്തെന്നറിയില്ല. കിട്ടുന്ന ഭർത്താവ് നല്ലവനാണെങ്കിൽ രക്ഷപ്പെട്ടു, അല്ലെങ്കിലോ ആ പെൺകുട്ടിയുടെ ജീവിതം നോക്ക്. അവളുടെ സൗന്ദര്യം നഷ്ടപ്പെടുമ്പോഴേക്കും ആ പെൺകുട്ടി ദുരന്തം അനുഭവിക്കേണ്ടി വരും. അവിടെ മക്കൾ പഠിക്കട്ടെ, അവർ ഉയരട്ടെ. അവരുടെ പ്രായം പൂർത്തിയാകുമ്പോൾ 18, അവർക്ക് ആ പ്രായം എത്തുമ്പോൾ അവർ വിവാഹം കഴിച്ചു കൊടുക്കുക, നല്ലൊരാളെ നോക്കി. അതല്ലാതെ ആ ചെറിയ പ്രായത്തിൽ തന്നെ അവർക്കൊന്നും അറിയില്ല. 10, 16 എന്നൊക്കെ പറയുമ്പോൾ, 15 എന്ന് പറയുമ്പോൾ അവർ മദ്രസയിൽ പഠിക്കുന്ന മക്കളല്ലേ, ചെറിയ മക്കളല്ലേ. ആ മക്കൾ കാണാൻ ചിലപ്പോൾ നല്ല പക്വതൊക്കെ കാണുന്നുണ്ടാകാം. പക്ഷെ അവരുടെ ആ പക്വതത്തിൽ പെരുമാറുന്നതൊക്കെ കാണുമ്പോൾ നമുക്ക് വിചാരിക്കും വലിയ പക്വതയിലെത്തി. ഒരിക്കലും ആയിരിക്കില്ല. അവരുടെ ശരീരം അങ്ങനെ, പെൺകുട്ടികളും പൊതുവെ പെട്ടെന്നാണ് വളർന്നത്. അപ്പോൾ നമ്മുടെ മക്കളുടെ കാര്യത്തിൽ ചെറിയ എന്തെങ്കിലും ഒരു ലാഭത്തിന് വേണ്ടി, ചെറിയൊരു അല്പം പണത്തിന്റെ ലാഭത്തിന് വേണ്ടി നമ്മുടെ മക്കളുടെ ശാശ്വതമായ, അല്ലെങ്കിൽ അവരുടെ മരണം വരെ കൂടെ കൊണ്ടു നടക്കേണ്ട ആ ഒരു ദാമ്പത്യ ജീവിതം ഒരിക്കലും അത് സങ്കടത്തിൽപ്പെടുന്ന ഒരു അവസ്ഥയിലാകരുത്. നോക്കൂ, ഈ പ്രിയപ്പെട്ട ആ മയ്യത്ത് പള്ളിയിൽ വരുന്ന സമയത്തുണ്ടല്ലോ, ആ കുടുംബത്തിന്റെ ആ പെരുമാറ്റം, എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് എന്ത് തോന്നുന്നുണ്ട്? ഈ ചെയ്തത് എന്താണ്? ഇത് ശരിയാണെന്ന് തോന്നുന്നുണ്ടോ? എത്ര വലിയ സംഘടന വെറുപ്പുണ്ടെങ്കിൽ ആ ഒരു സമയത്ത് മയ്യത്തൊന്ന് മറമാടി, പിന്നെ അവർക്ക് കണക്കും കാര്യങ്ങളൊന്നും ചോദിക്കാം, അവർക്ക് കാര്യങ്ങൾ പറയാം, അവിടെയുള്ള ഭിന്നിപ്പുകൾ എന്താണ്, പ്രശ്നങ്ങൾ എന്താ, അത് പരിഹരിക്കാം. ഇതങ്ങനെയുള്ള മയ്യത്ത് വരുമ്പോൾ അത് പറയുന്ന ആളുകൾ ആ വീഡിയോയിൽ കാണുമ്പോഴാണ് സങ്കടമുള്ളത്. നമുക്കൊക്കെ നന്മ പറഞ്ഞു തരേണ്ടത്, ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ അത് പരിഹരിച്ചു തരേണ്ടവര്, അതിന് നേതൃത്വം നൽകിക്കൊണ്ട് ഒരിക്കലും ഇങ്ങനെയുള്ള പ്രശ്നം ഉണ്ടാക്കല്ലേ എന്ന് പറയുന്നത്. ഒരു യഹൂദിന്റെ മയ്യത്ത് പോകുമ്പോഴും അള്ളാഹുവിന്റെ റസൂൽ എഴുന്നേറ്റ് ബഹുമാനിച്ചിട്ടുണ്ട് എന്ന് പഠിച്ച നാം തന്നെയാണ് നമ്മുടെ സ്വന്തം സഹോദരൻ, നമ്മുടെ പ്രിയപ്പെട്ട നാട്ടുകാരൻ, നമ്മുടെ കണ്ണുകൊണ്ട് കണ്ട ഒരു മയ്യത്ത് പള്ളിയിൽ നമസ്കരിക്കാൻ അവർ നമസ്കരിച്ചാൽ എന്ത് സംഭവിക്കും? എന്താണ് അവിടെ സംഭവിക്കാൻ പോകുന്നത്? ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. എന്നിട്ട് നിങ്ങൾ തടയപ്പെടുന്നുണ്ടല്ലോ. ഇതൊന്നും ഇസ്ലാമല്ല എൻ്റെ പ്രിയപ്പെട്ടവരെ. ഒരിത്തിരി അല്പം കരുണ പോലും നിങ്ങളില്ലെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, നമസ്കാരം കൊണ്ട് എന്ത് നേടാനാണ്? ഹജ്ജ് കൊണ്ട് എന്ത് നേടാനാണ്? നിങ്ങൾക്കുള്ള ദാനധർമ്മങ്ങളെ കൊണ്ട് എന്ത് നേടാനാണ്? എൻ്റെ പ്രിയപ്പെട്ടവരെ, നോക്കൂ, ഒരു സമുദായത്തിൽ നമ്മുടെ ഈ തലപ്പാവിനൊക്കെ വലിയൊരു അംഗീകാരമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇത്തരത്തിലുള്ള ഈ പ്രശ്നങ്ങൾ കാണുമ്പോൾ ഇന്നത്തെ യുവതലമുറകൾ വളരെ മോശമായി കാണുന്നുണ്ട്. കാരണം ആ തലപ്പാവ് കാണുമ്പോൾ അവർ തന്നെ വിചാരിക്കുന്നത് ഇതൊന്നും കുഴപ്പമുള്ള ഒരു വിഭാഗത്തിൽപ്പെട്ട ആ ഒരു രീതിയിലേക്ക് നാം ആയി പോകരുത്. അള്ളാഹു സുബ്ഹാനഹു വ തആല മരണപ്പെട്ടു പോയ ആൾക്ക് അള്ളാഹു പൊരുത്തു കൊടുക്കട്ടെ. മരിക്കുന്ന നേരം ഈമാനോടുകൂടിയുള്ള മരണം നൽകട്ടെ. ഇത്തരത്തിലുള്ള ഒരു കരുണയില്ലായ്മ ആ മനസ്സുണ്ടല്ലോ, അള്ളാഹു അത്തരത്തിലുള്ള ആ ഖുദ്സായ മനസ്സിനെ തൊട്ട് അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.